കാന്തനുമായി വാസം ചെയ്യുന്ന കാലം സമീപം ആയി പ്രിയരെ, കാലം സമീപം ആയി പ്രിയരെ. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 55 സങ്കീർത്തനം അതിൻ്റെ 12 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറിഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനും ആയിരുന്നു. നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്തു, പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയല്ലോ. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ട്. ഇത്രമാത്രം ദാവീദ് രാജാവ് സങ്കടങ്ങൾ കർത്താവിനോട് പറയണമെങ്കിൽ അതുപോലുള്ള നിന്ദിക്കുന്ന ജനത്തെ കണ്ട് പ്രാർത്ഥിക്കുക. ശത്രു പിന്നിൽ ഇങ്ങനെ കൂട്ടമായിട്ട് വന്ന് നിൽക്കുക. എങ്ങോട്ട് പോയി മാറിയാലും അവിടെ എല്ലാം ശത്രു ദാവീദ് രാജാവ് എവിടെയുണ്ടെന്ന് അറിഞ്ഞ് വരികയാണ്. ഇന്ത്യൻ ദൈവമക്കളെ, സ്വന്തം ഭവനത്തിൽ പോലും വസിക്കുവാൻ പറ്റാതെ കാടുകളിലും ഗുഹകളിലും ഒക്കെ പാർക്കേണ്ട ഒരനുഭവം വരുമ്പോൾ തമ്പുരാൻ്റെ സന്നിധിയിൽ ഇതുപോലൊന്ന് അപേക്ഷിക്കുകയാണ്. അമ്മയെ സ്തോത്രം. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, ഒരാളല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്നാ പറഞ്ഞേ. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. എത്രമാത്രം ദുഃഖങ്ങളാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. നിന്ന കേട്ട് സങ്കടം ഏറ്റവും അനുഭവിച്ചിട്ടുള്ളവർക്ക്, ഒരിക്കലെങ്കിലും നിന്ന കേട്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു എന്നാ പറഞ്ഞേ. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയിവല്ലോ. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട്. നിരന്തരമായിട്ടുള്ള ഈ പോരാട്ട, ശത്രുവിൻ്റെ പോരാട്ടത്തിൽ മനസ്സ് തുറന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവമക്കളെ. ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയിട്ടുണ്ടോ? കേൾക്കുകയില്ലേ? വിശ്വസിക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലേ? ശത്രുക്കൾ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റാതെ മാനസികമായിട്ടും ഭാരപ്പെട്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ ശുശ്രൂഷ കൂടുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് നാളുകളായിട്ട് ഒരാൾ നിമിത്തമല്ലല്ലോ എത്രമാത്രം നിന്ന വഹിച്ച നിങ്ങൾ കഴിഞ്ഞു പോന്നെ. സങ്കടപ്പെടേണ്ട ദൈവമക്കളെ, ഈ നിന്ന വഹിച്ചത് കൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല. മറുപടി കൊടുക്കണ്ട. നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മൾ വിളിക്കുന്ന ദൈവം അത്യുന്നതനായ ദൈവം അത്രേ. സ്തോത്ര, ഹല്ലേലൂയ. ഈ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ അങ്ങ് പകർന്നു കൊടുത്തിട്ട് ശത്രുത മനസ്സിലില്ലാതെ കർത്താവ് ഏൽപ്പിച്ചതങ്ങ് ചെയ്യുക. കർത്താവ് നമ്മുടെ കൂടെയാ. വിളിച്ച ദൈവം വിശ്വസ്തനാ. ആരൊക്കെ നമ്മളെ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഇന്നോളം നമ്മളെ നടത്തിയില്ലേ, ഇനിയും മുമ്പോട്ട് നടത്തുവാൻ ഈ ദൈവം ശക്തനാ. ഗ്ലോറി, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറഞ്ഞ നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു എന്ന വചനം. ഈ ദൈവത്തോട് എത്രമാത്രമാണ് ദൈവമക്കളെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നത്. നല്ല ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിന് വേണ്ടി സാക്ഷിയെ തീരുവാൻ എല്ലാവരെയും ഒരുക്കട്ടെ. ഇപ്പോൾ മനസ്സ് ഭാരപ്പെട്ടും ഇതുപോലെ നിന്ന സഹിച്ചും മാനസികമായി ഭയപ്പെട്ടും കൊണ്ടും പലതിനെ ചൊല്ലി ഉള്ളം കലങ്ങി മനസ്സ് നേരെ കഴിയുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തല്ലേ, ആരാധനയ്ക്ക് മുടക്കം വരല്ലേ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണോ അത് നല്ല മനസ്സോടെ ചെയ്യണം ദൈവമക്കളെ. നമ്മളെ വിളിച്ച് വേർതിരിച്ച കർത്താവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. നമ്മളെ നോക്കുന്നത് കർത്താവ് അത്രേ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കർത്താവ് അത്രേ. സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ച വേല കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ശത്രു നിമിത്തം ഏറ്റവും അധികം ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നീ ശുശ്രൂഷയിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, എൻ്റെ പൊന്നു തമ്പുരാൻ്റെ സന്നിധി ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്ന പോലെ എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, നിറഞ്ഞ മനസ്സോടെ
എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിച്ച് ഏറ്റവും നല്ല സാക്ഷിയെത്തി എൻ്റെ മക്കളെ സഹായിക്കണമേ. അവിടുത്തെ വിരിച്ച ചിറകിൻ മറവിൽ എല്ലാവരും മറച്ചു കൊള്ളണമേ. ഇനി എത്ര കാലമാണ് കർത്താവെ ജീവിതത്തെ ദാനമായി തന്നിരിക്കുന്ന നിങ്ങൾ അറിയുന്നില്ല. വിളിച്ചു വേർതിരിച്ച ദൈവമേ, അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് നിന്ദിക്കുന്നവരെ നോക്കാതെ, നിന്നയെ നോക്കാതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറവശങ്ങളൊന്നും കണക്കിലെടുക്കാതെ രണ്ട് കരങ്ങളും ചേർത്ത് വിളിക്കുന്ന തമ്പുരാൻ്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനിടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.